ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 31 വ്യാഴാഴ്ചയാണ്. ഒരു നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി കൂടിയാണ് ഇന്ന്. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ആരും മറക്കരുത്. പരമാവധി എല്ലാവരും ജോയിൻ ചെയ്ത് ഫ്രീ ട്രയൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് അയച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് ഫ്രീ ട്രയൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോക്കുക. അതുപോലെ കോപ്പി ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോഴാണ് ജോയിനിങ് ടൈം. തിങ്കളാഴ്ചയാണ് ഇനി ട്രേഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, പുതിയ മാസത്തെ ട്രേഡിങ്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് നാളെ മറ്റന്നാൾ ശനിയാഴ്ച വരെയും സമയമുണ്ട്. ശനിയാഴ്ചയോടുകൂടി എല്ലാം സെറ്റാക്കി നമ്മൾ തിങ്കളാഴ്ച മുതൽ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യും. ആ രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തായാലും നിഫ്റ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ച ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ടിന് ശ്രമിക്കുകയാണോ എന്നുള്ളത്. സോ ഇവിടെ ഇത് നമ്മൾ മുൻപേ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവൽസാണ്. അതായത് 25,234 കട്ട് ചെയ്യുന്നതോടുകൂടി നിഫ്റ്റി ബുള്ളിഷ് ആവും. ദെൻ ഈ ഒരു റേഞ്ച് ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇനി ലോവർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ 23,900 മാത്രമാണ് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് കിട്ടുക എന്നാണ് കാണുന്നത്. സോ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ഈ ഒരു ടോപ്പിക്കായിരുന്നു. അതായത് മാർക്കറ്റ് 2-3 ദിവസമായിട്ടൊരു ലോവർ സൈഡിലേക്ക് ഒരു ട്രയാങ്കുലർ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു സ്വിങ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്ത്, നോർമലി 3 എണ്ണമാണ് വരാറുള്ളത്. സോ അടുത്തതിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വരച്ച ട്രെൻഡ് ലൈൻ കറക്റ്റായി വന്നിട്ടുണ്ട്. സോ ഇനി മോസ്റ്റ് പ്രോബ്ലി ഇന്ന് ഈ ഒരു ലെവലിൽ, അതായത് ഈ മന്ത്ലി 20 ഡേയ്സ് EMAയിലേക്ക് ഇന്ന് മോസ്റ്റ് പ്രോബ്ലി ഇന്ന് കയറി ടച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു ലെവലിൽ നിന്നും മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ നേരിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇന്ന് മുകളിലോട്ട് കയറിപ്പോകും. പക്ഷേ ഇതാണ് ബ്രേക്ക് ഔട്ട് പോയിന്റ്. ഇവിടെ നിന്ന് മാർക്കറ്റ് പ്രോപ്പർലി ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടണം. അത് ഇന്ന് സാധ്യത കുറവാണ്. ഇന്ന് ഒരു കൺസോൾട്ടേഷനിലൊക്കെ ആയിട്ട് ചിലപ്പോൾ തീർന്നു, അല്ലെങ്കിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണെങ്കിൽ ശരിക്കും താഴോട്ട് ഇറങ്ങിപ്പോവും. അതല്ലെങ്കിൽ ഒരു നമ്മുടെ 20 ഡേയ്സ് EMA ടെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ ഒരു കൺസോൾട്ടേഷനും മൊത്തത്തിലൊരു അബദ്ധമായിരിക്കും ട്രേഡിംഗ് ഒക്കെ. അപ്പോൾ അതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. സോ ഞാൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് ഇവിടെ നിന്ന് ഒരു സ്വിംഗ് ലോ ഇവിടെ കിട്ടി, ഇനി ഇവിടെ മറ്റൊരു ലോ കിട്ടി, ഇവിടെ നിന്നൊരു ലോ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു 20 ഡേയ്സ് EMA അതൊരു ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് കൺസിഡർ ചെയ്ത് അവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറിപ്പോവും, അല്ലെങ്കിൽ ഫർദർ ഫോൾ വരും. എന്തായാലും ഇന്നൊരു ദിവസം കൂടി മാർക്കറ്റ് വാച്ച് ചെയ്യാം. അതിനുശേഷം നമുക്കതിനൊരു ക്ലിയർ പിക്ചർ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ക്ലോസിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് സ്റ്റോക്കുകൾ നോക്കണം. ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്ന സ്റ്റോക്കുകൾ L&T, ബയോകോൺ, ടാറ്റ പവർ, DCM, ശ്രീറാം, ഗോദാവരി ബയോ റിഫൈനറീസ്, യഥാർത്ഥ ഹോസ്പിറ്റൽ, ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. സ്വർണത്തിൻ്റെ വില വീണ്ടും കുതിച്ചു വരികയാണ്. $2,788 സ്വർണത്തിൻ്റെ വില കയറിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ആണെങ്കിൽ $68.93 കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് 84 രൂപ 8 പൈസയായിട്ട് തുടരുകയാണ്. ദെൻ NSEയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ്. 20 കോടി ക്ലയൻറ്റ് അക്കൗണ്ട്സ് NSEയിൽ ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു ഹിസ്റ്ററിക്കൽ മൊമെൻറ്റ് തന്നെയാണ്. 20 കോടി ഡിമാറ്റ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്സ് NSEയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഇതിനായിട്ട് 10 കോടി ജനങ്ങളാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ളത്. അത് 8 സംതിങ് ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷത്തേക്ക് അത് 10 കോടി ജനങ്ങളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരാൾക്ക് ഒരു അക്കൗണ്ട് അല്ലേ എന്ന്. ഒരിക്കലും അല്ല. ഓരോരുത്തർക്കും 3-4 അക്കൗണ്ട്, ഓരോ ബ്രോക്കേഴ്സിൻ്റെ കീഴിലും അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്യുന്ന NSEയിൽ തന്നെയാണ്. എൻ്റെ പേരിലാണെങ്കിൽ എനിക്ക് 4-5 അക്കൗണ്ടുകൾ, ട്രേഡിംഗ് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഓപ്പൺ ആയിരിക്കുന്നത് NSEയിൽ തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് 2 അക്കൗണ്ട് ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
ദെൻ LICക്ക് ഒരു GSTയുടെ നോട്ടീസ് 65 കോടി രൂപ GST അടക്കാനായിട്ടൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ Q2 റിസൾട്ട് വന്നപ്പം പ്രോഫിറ്റ് 42% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടാറ്റ പവറിൻ്റെ Q2 റിസൾട്ടിൽ 7% ലാഭവർധനവാണ് വന്നിരിക്കുന്നത്. L&T പ്രോഫിറ്റ് 5% Q2 റിസൾട്ടിൽ വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. ദീപാവലിയുടെ മുഹൂർത്ത് ട്രേഡിംഗ് എത്ര പേർക്ക് ഇതറിയാമെന്നറിയില്ല. വൈകുന്നേരം, അതായത് ഒരു പുതിയ ട്രേഡിംഗ് വർഷം ആരംഭിക്കാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ദിവസത്തെയാണ്. അത് ദീപാവലിയുടെ അന്നേ ദിവസം വൈകുന്നേരമാണ് ഇതുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ദീപാവലി 2-ാം തീയതി ശനിയാഴ്ച അവധി ദിവസമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് NSE അത് വെള്ളിയാഴ്ചത്തേക്കായി മുഹൂർത്ത് ട്രേഡിംഗ് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ആ സമയത്ത് ട്രേഡിംഗ് ഒന്നും കാര്യമായിട്ട് നടക്കില്ല. പക്ഷേ ഒരു ടോക്കൺ അഡ്വാൻസ് അല്ലെങ്കിൽ ഒരു പുതിയ എല്ലാം പോർട്ട്ഫോളിയോ ക്ലിയർ ചെയ്തിട്ട് ഒരു പുതിയ ഓരോ സ്റ്റോക്കുകൾ ഇങ്ങനെ വാങ്ങിച്ചിട്ടും കുറച്ച് ചെറിയൊരു എമൗണ്ടിൻ്റെ പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാറാണ് പതിവ്. ഒട്ടുമിക്ക അനലിസ്റ്റുകളും ദിവാളി സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു സെഗ്മെൻറ്റ് തന്നെ ചെയ്യാറുണ്ട്, അന്നേ ദിവസം വാങ്ങിക്കാനുള്ള സ്റ്റോക്കുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം കൂടിയാണ്. എന്തായാലും പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഈ രീതിയിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക്, ദീപാവലിയിലൊക്കെ വിശ്വാസം ഉള്ള അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ളത് നല്ലൊരു സമയം തന്നെയാണ്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റും കംപ്ലീറ്റ്ലി റെഡായിട്ടാണ് കാണുന്നത്. ഒന്നുപോലും പച്ചയില്ല ഇതിനകത്ത്. ദെൻ ഡോ ജോൺസും എല്ലാം റെഡാണ്, ക്ലിയർലി റെഡാണ് എല്ലാ സെഗ്മെൻറ്റുകളും. നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് 24,373 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 24,295 78 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓപ്പണായ സ്ഥലത്ത് നിന്നും 10 പോയിന്റ് മുകളിലായിട്ട് 24,305 കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം 68 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഈ ഒരു ചാർട്ടിൽ നിന്നും ഫർദർ ഇവിടെ നിന്നിട്ട് ഏകദേശം ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആയിരിക്കും കിട്ടുക എന്നെനിക്ക് തോന്നുന്നു, ഈ താഴോട്ടായിട്ട്. അപ്പോൾ ഈ ട്രയാങ്കുലർ ബ്രേക്കൗട്ട് അവിടെ വർക്കൗട്ട് ആവില്ല, സക്സസ് ആവില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടേണ്ടത്. ഇനി ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ USA ചിക്കാഗോ PMI, USA പേഴ്സണൽ ഇൻകം ആൻഡ് സ്പെൻഡിങ് മന്ത് ഓൺ മന്ത്, USA കോർ PCE പ്രൈസ് ഇൻഡെക്സ്, യൂറോ ഏരിയ കോർ ഇൻഫ്ലേഷൻ റേറ്റ്, ഇറ്റലി ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ഫ്രാൻസ് ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ജർമ്മനി റീറ്റെയിൽ സെയിൽസ്, ജപ്പാൻ BOJ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ചൈന NBS മാനുഫാക്ചറിങ് PMI, ജപ്പാൻ റീറ്റെയിൽ സെയിൽസ് ഇയർ ഓൺ ഇയർ. ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യണേ. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന IDFC ഫസ്റ്റ് ബാങ്ക്, ഇന്ത്യ മാർട്ട്, PNB, RBL ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിരിക്കുന്നത്. ഇന്ന് മന്ത്ലി ക്ലോസിംഗ് ആണ്, മന്ത്ലി എക്സ്പയറി ആണ് ഇന്ന്. സോ നാളെ F&O ബാനിലൊന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം 4,613 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4,518 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 95 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഈ ഒക്ടോബർ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെയായിട്ട് 1,06,000 കോടിയുടെ വിൽപ്പനയാണ് നടത്തിയിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,03,000 കോടിയുടെ ബൈയിങ്ങും ചെയ്ത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 3,806 കോടിയുടെ നെറ്റ് സെല്ലിങ് തന്നെയാണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,371 സ്റ്റാർട്ട് ചെയ്തു, 30 പോയിന്റ് നഷ്ടത്തിൽ 24,341 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിക്ക് 615 പോയിന്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഈ മാസത്തിൽ 5.61% അഥവാ 1,448 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു പ്രൈസ് ആക്ഷൻ, അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇന്നും നോർമൽ CPR ആണ്. ദെൻ ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 15.51 വിക്സ് നന്നായിട്ട് 12 നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് തിരിച്ച് നേരെ 15.5 എത്തിയിട്ടുണ്ട്.
ദെൻ പുട്ട് കോൾ റേഷ്യോ ആണെങ്കിൽ 0.8 ആണ് വന്നിരിക്കുന്നത്. ഓരോ ദിവസം ചെറുതായിട്ട് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. കോൾ റൈറ്റിംഗ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ 1,30,00,000 കോൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് 24,500 ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് 1,14,00,000 വന്നിരിക്കുന്നത്. അത് 24,000 അത് എത്തിയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 181 പോയിന്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. ഫിൻ നിഫ്റ്റി ആണെങ്കിൽ 171 പോയിന്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. സെൻസെക്സ് 295 പോയിന്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പ് 28 പോയിന്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി. ഇതാണ് കറൻ്റ്ലി ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഫൈനൽ ഡാറ്റ. ഇനി ഇന്നലെ നിഫ്റ്റിയുടെ പ്രൈസ് ആക്ഷൻ എങ്ങനെ പോയി എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് നോ ട്രേഡ് സോണിൻ്റെ ആ ഒരു റേഞ്ചിനകത്ത് തന്നെ മാർക്കറ്റ് കിടന്ന് കളിച്ചിട്ട് അവസാനിച്ചു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. കാരണം ഒരു വലിയ മൂവ്മെൻ്റ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. വളരെ ചെറിയൊരു നാരോ റേഞ്ചിലാണ് ഇന്നലെ മൂവ്മെൻറ്റ് കിട്ടിയത്. ദെൻ ഇന്ന് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയിൽ ഒരു ഹയർ സൈഡിൽ, അതായത് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് 24,532 ആയിരിക്കും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. ഇതാ ഇവിടെ. ദെൻ ഒരു ഹയസ്റ്റ് ലോവർ സൈഡിലേക്കാണെങ്കിൽ 24,150 24,150 അല്ലെങ്കിൽ 24,532 രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ നോ ട്രേഡ് സോൺ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ CPRൻ്റെ ലൈൻസ് തന്നെ നോ ട്രേഡ് സോൺ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരികയാണെങ്കിൽ 24,402 24,361 വരെയുള്ള ഈ ഒരു സോണായിരിക്കും നോ ട്രേഡ് സോണായിട്ട് ആക്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ നോ ട്രേഡ് സോണിൻ്റെ റാസ് ലെവൽസിൻ്റെ നോ ട്രേഡ് സോണും വന്നിരിക്കുന്നത്. സോ അതങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ യെസ്റ്റർഡേ ലോയിൽ ചെറിയൊരു സപ്പോർട്ട്, ഒരു കൺസോൾട്ടേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം 24,307 24,270 എന്ന 37 പോയിന്റിൻ്റെ ഒരു സോണിൽ മാർക്കറ്റിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ആരും മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ഫ്രീ ട്രയൽ കിട്ടാത്തവർ ഒന്ന് എനിക്കൊരു രജിസ്ട്രേഷൻ നമ്പർ വാട്സപ്പിൽ ഒന്ന് അയച്ചു തന്നാൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ട്രയൽ നൽകുന്നതായിരിക്കും. അതുപോലെ കോപ്പി ട്രേഡിൽ ജോയിൻ ചെയ്യാനുള്ളവരും അതിനായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. കോപ്പി ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരാം. ഇനി മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ലെവലിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്ന ഈ ഒരു സോണിൽ മാർക്കറ്റിന് എന്തായാലും ഒരു സപ്പോർട്ട് പൂർണ്ണമായിട്ടും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 24,173 മുതൽ 150 വരെയുള്ള ഈ ഒരു സോണിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത. ഒരു റെയർ കേസിൽ മാർക്കറ്റ് 24,077 വരെയും ഇറങ്ങിപ്പോയേക്കാം. 26,290 ഒക്കെ എത്തിയ മാർക്കറ്റാണ് ഇപ്പോൾ 24,000 എത്തി നിൽക്കുന്നത്. ഇനി റെയർ കേസിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ 24,682 ഒക്കെ എന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും കൺഫേംഡ് അല്ല. സോ ലൈവ് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അതൊന്ന് വാച്ച് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ഗ്രൂപ്പ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ജോയിൻ ചെയ്യുക. ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ കോപ്പി ട്രേഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മെസ്സേജ് അയക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.